ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു നൈറ്റ് സ്കിൻ കെയർ റൊട്ടീനാണ്. ഒരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എൻ്റെ സ്കിൻ കെയർ രാത്രിയിൽ ഞാൻ എങ്ങനെ ചെയ്യുന്നതെന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ എപ്പോഴും ഞാൻ ഈ ഒരു മെത്തേഡൊന്നല്ല ഫോളോ ചെയ്യാറ്. ഇടയ്ക്കൊക്കെ ഞാൻ വേറെ രീതിയിലാവും കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഞാനിപ്പോൾ പുറത്തൊക്കെ പോയി വന്നിട്ട് എൻ്റെ ഫേസിലും മേക്കപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ സ്കിൻ കെയർ ചെയ്യുമ്പോൾ നമ്മൾ രാത്രി കിടക്കാൻ പോകുന്നതിന് മുമ്പ് നമ്മുടെ ഫേസ് നന്നായിട്ട് തന്നെ ക്ലീൻ ആക്കിയിട്ട് വേണം നമ്മൾ കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയുക, പിമ്പിൾസൊക്കെ വരാൻ വേണ്ടിയിട്ട് ചാൻസ് കൂടുതലാണ്. നമ്മൾ ഫേസിൽ മേക്കപ്പ് ഒക്കെ ഇട്ട് കിടക്കാന്നുണ്ടെങ്കിൽ അപ്പോൾ ഫേസ് എന്താ പറയുക, മേക്കപ്പൊക്കെ റിമൂവ് ചെയ്തിട്ട് വേണം നമ്മൾ രാത്രി കിടക്കാൻ വേണ്ടിയിട്ട്. നമ്മളൊരു ചെറുതായിട്ടൊരു കണ്ണ് എഴുതിയിട്ടുണ്ടെങ്കിൽ പോലും അതുവരെ നമ്മൾ റിമൂവ് ചെയ്യണമെന്നാണ് കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ കണ്ണിനടിയിലൊക്കെ ഡാർക്കായിട്ടിരിക്കും ആ കൺമഷി അവിടെ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങളുടെ ഫേസിൽ എന്തെങ്കിലും മേക്കപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തന്നെ ആദ്യം റിമൂവ് ചെയ്യാം. എന്നിട്ട് ബാക്കി സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കുന്നത് ഞാൻ ചെയ്യുന്നൊരു മെത്തേഡാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ എന്തായാലും കാണാം. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. കൂടെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിനു മുമ്പ് എന്താ പറയുക, നിങ്ങളുടെ ഹെയർ നന്നായിട്ട് തന്നെ ബാക്കിലേക്ക് വലിച്ച് കെട്ടുക കേട്ടോ. കാരണം ഹെയറിലൊന്നും ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ ഞാൻ എൻ്റെ ഹെയർ ബാക്കിലേക്ക് കെട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഇട്ടിരിക്കുന്ന ഒരു ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ പഴയ ഒരു ഡ്രസ്സാണ് കേട്ടോ. ഒരു മാക്സി ഡ്രസ്സാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. കാരണം നമ്മൾ എന്തെങ്കിലുമൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ഡ്രസ്സിലേക്ക് ആവും. അപ്പോൾ ഞാനൊരു പഴയ ഡ്രസ്സാണ് ഇപ്പോൾ എടുത്തിട്ടിരിക്കുന്നത്. പിന്നെ ഞാനിപ്പോൾ പുറത്ത് പോയി എന്നിട്ട് എൻ്റെ ഫേസിൽ മേക്കപ്പ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ മേക്കപ്പ് റിമൂവ് ചെയ്യാം. അപ്പോൾ മേക്കപ്പ് റിമൂവ് ചെയ്യുന്നൊരു വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ മേക്കപ്പ് റിമൂവറായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ജോൺസൺസ് ബേബിൻ്റെ ഒരു ഓയിലാണ്. അപ്പോൾ ഇത് എൻ്റെ ഒരു ഫേവറേറ്റ് ആണ് കേട്ടോ. ഇത് വെച്ചിട്ട് എനിക്ക് മേക്കപ്പ് നന്നായിട്ട് തന്നെ റിമൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എത്ര ഹെവി മേക്കപ്പ് ആയിക്കോട്ടെ അതൊക്കെ റിമൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കയ്യിലേക്ക് ആക്കുന്നതിന് മുമ്പ് കൈ നന്നായിട്ട് തന്നെ ഒന്ന് വാഷ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ കുറച്ച് പ്രൊഡക്റ്റ് എൻ്റെ കയ്യിലാക്കുന്നുണ്ട്. അത് എന്നിട്ട് നന്നായിട്ട് തന്നെ കയ്യിലൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് നമ്മുടെ ഫേസിലേക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മസാജ് ചെയ്യുന്ന രൂപത്തിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഞാൻ എൻ്റെ ചുണ്ടിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനൊരു മാറ്റ് ലിപ്സ്റ്റിക്കാണ് ഇട്ടിട്ടുള്ളത്, മേബിളിൻ്റെ. അപ്പോൾ ആ ലിപ്സ്റ്റിക്ക് അത്യാവശ്യം എന്താ പറയുക, നമ്മൾ എത്ര തുടച്ചാലും അങ്ങോട്ട് പോവാത്തത് ഒരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ. മാറ്റാണ്, അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ അതുവരെ ഈ ഒരു ഓയിൽ വെച്ചിട്ട് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ കണ്ണിൻ്റെ അവിടേക്കൊക്കെ ഇതാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കൺമഷിയൊക്കെ നന്നായിട്ട് തന്നെ പോരുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചും കൂടി പ്രൊഡക്റ്റ് എടുത്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് നല്ലൊരു മേക്കപ്പ് റിമൂവറാണ്. എനിക്കിതുവരെ അങ്ങനെ യൂസ് ചെയ്തിട്ട് പിമ്പിൾസും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇതിന് വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ഇട്ടിട്ടുണ്ട്, കാണാത്തവരൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഇതാ ഞാനൊരു വൈപ്സ് എടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് തുടച്ചു കൊടുക്കുകയാണ്. നമ്മുടെ കണ്ണിനടിയിലുള്ള കൺമഷിയും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് റിമൂവ് ആയി വരുന്നുണ്ട് കേട്ടോ. നമ്മൾ ഒരുപാട് നേരം ഇങ്ങനെ ഒരതി നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പം നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ ഞാൻ ഒരുപാട് ടൈറ്റാക്കി ചെയ്യുന്ന പോലെ ഉണ്ടാവും. പക്ഷെ ഞാൻ വളരെ മെല്ലെയാണ് ചെയ്ത് കൊടുക്കുന്നത്. പെട്ടെന്ന് തന്നെ നമ്മുടെ മേക്കപ്പൊക്കെ റിമൂവായി കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ കണ്ണിനടിയത്തെ കൺമഷിയൊക്കെ ഞാൻ നന്നായിട്ട് തന്നെ റിമൂവ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അടുത്തതായിട്ട് വേണ്ടത് നമുക്ക് കോട്ടൺ ബോൾസ് ആണ്. ഇത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലിപ്പിൽ കുറച്ചെങ്കിലും പ്രൊഡക്റ്റ് ബാക്കി ഇരിക്കുന്നുണ്ടാവും, ലിപ്സ്റ്റിക്ക്. അപ്പോൾ മാറ്റ് ലിപ്സ്റ്റിക്കല്ല നമ്മൾ ഇട്ടിട്ടുള്ളത്. അപ്പോൾ അത് നന്നായിട്ട് തന്നെ ഒന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, എൻ്റെ ഒരു മനസ്സമാധാനത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും ഇത് ഇട്ട് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് ഓയിൽ കോട്ടൺ ബോൾസിലാക്കിയിട്ട് ഇതുപോലെ ഞാനൊന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കുറച്ച് ലിപ്സ്റ്റിക്ക് അവിടെ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് തന്നെ അത് ക്ലീൻ ചെയ്യുക. അടുത്തതായിട്ട് നമുക്ക് ഫേസ് ഒന്ന് വാഷ് ചെയ്യാം. ഫേസ് വാഷ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് ഹിമാലയൻ്റെ ഒരു ഫേസ് വാഷാണ്. ഇത് നല്ലൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. എന്താ പറയുക, ഞാൻ ഇപ്പോൾ കുറേ ആയിട്ട് ഈ ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് നല്ല ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് ഈ പ്രൊഡക്റ്റ് മാറ്റി യൂസ് ചെയ്താലോ എന്നൊക്കെ ഉണ്ട്. പക്ഷേ ഈ പ്രൊഡക്റ്റിന് കുഴപ്പമുണ്ടായിട്ടല്ല, പുതിയതൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അപ്പോൾ ഫേസ് വാഷ് ചെയ്യുമ്പോൾ 1 മിനിറ്റെങ്കിലും നമ്മൾ നന്നായിട്ട് തന്നെ ഒന്ന് ഫേസ് വാഷ് വെച്ചിട്ട്
ചെയ്തു കൊടുക്കുക. ചില ആളുകൾ പെട്ടെന്ന് തന്നെ ഇത് ഫേസ് വാഷ് ചെയ്ത് പോയാൽ കാര്യമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഫേസിലുള്ള ഓയിലും കാര്യങ്ങളൊക്കെ പോകണമെങ്കിൽ നമ്മൾ നന്നായിട്ട് തന്നെ 1 മിനിറ്റ് നന്നായിട്ട് തന്നെ ഫേസ് വാഷ് ചെയ്യുക. അപ്പോൾ ഞാനിതാ ഫേസ് നന്നായിട്ട് തന്നെ വാഷ് ചെയ്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് സ്ക്രബാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള സ്ക്രബ് എന്ന് പറയുന്നത് സെറ്റ് ടൈപ്സിൻ്റെ സ്ക്രബാണ്. അത് ആപ്രിക്കോട്ട് സ്ക്രബാണ് കേട്ടോ. ഇത് നല്ല സ്ക്രബാണ്, എൻ്റെ ഒരു ഫേവറേറ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇത് യൂസ് ചെയ്യാത്ത ആൾക്കാർ ഒരു പ്രാവശ്യമെങ്കിലും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതന്നെ യൂസ് ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ വീട്ടിലുണ്ടാക്കിയിട്ടുള്ള സ്ക്രബും യൂസ് ചെയ്യാറുണ്ട്. അല്ലാത്ത സമയത്തൊക്കെ ഞാൻ ഈ ഒരു സ്ക്രബാണ് യൂസ് ചെയ്യാറ്. ഇത് നല്ലൊരു സ്ക്രബാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ കുറച്ച് എമൗണ്ട് എൻ്റെ കയ്യിലാക്കിയിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ളത്ര ക്വാണ്ടിറ്റി എടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ എന്താ പറയുക, അത്യാവശ്യം തരിയായിട്ടിരിക്കുന്നുണ്ട്. നമുക്ക് സ്ക്രബ് ചെയ്യാൻ പറ്റുന്ന ഒരു തരിതരിപ്പ് ഉണ്ടാവില്ല, അത് നന്നായിട്ടുണ്ട് കേട്ടോ ഇതിൽ. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഫേസ് നന്നായിട്ട് തന്നെ ക്ലീൻ ആവുന്നതും. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ഫേസ് നന്നായിട്ട് തന്നെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ഞാൻ സ്ക്രബ് അങ്ങനെ എപ്പോഴും യൂസ് ചെയ്യാറില്ല. അങ്ങനെ എപ്പോഴും എല്ലാ ദിവസവും സ്ക്രബ് യൂസ് ചെയ്യുന്നത് അത്ര നല്ലതല്ല നമ്മുടെ സ്കിന്നിന്. ബട്ട് നമ്മൾ ആഴ്ചയിലൊരു എന്താ പറയുക 2 പ്രാവശ്യം 3 പ്രാവശ്യമൊക്കെ ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എപ്പോഴും ചെയ്യാതിരിക്കട്ടെ. അപ്പോൾ ഞാനിത് എൻ്റെ നോസിൻ്റെ ഭാഗത്തൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്, ബ്ലാക്ക് ഹെഡ്സൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് പിമ്പിൾസ് ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് സ്ക്രബ് ചെയ്യാതിരിക്കുക, എപ്പോഴും സ്ക്രബ് ചെയ്യാതിരിക്കുക കേട്ടോ. അപ്പോൾ പിമ്പിൾസ് കൂടുള്ളൂ. അപ്പോൾ തന്നെ ഞാൻ എൻ്റെ ഫേസ് നന്നായിട്ട് തന്നെ സ്ക്രബ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോയിൽ നിങ്ങൾക്ക് സ്പീഡ് കൂട്ടിയോണ്ട് ചിലപ്പോൾ ഞാൻ ഒരുപാട് ഇങ്ങനെ ചെയ്യുന്ന പോലെ തോന്നും, പക്ഷെ ഞാൻ പതുക്കെയാണ് കേട്ടോ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഫേസിൽ എന്ത് ചെയ്യുമ്പോഴും മെല്ലെ വേണം ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. കാരണം നമ്മുടെ ഫേസ് എന്താ പറയുക വളരെ ലൈറ്റായിട്ടുള്ളത്, അപ്പോൾ അത് എന്താ പറയുക സ്ക്രാച്ച് വരാതെ സൂക്ഷിക്കുക കേട്ടോ. അപ്പോൾ മെല്ലെ വേണം നമ്മൾ ഫേസിൽ സ്ക്രബ് ചെയ്യുകയാണെങ്കിലും ഫേസ് വാഷ് ചെയ്യുകയാണെങ്കിലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ നന്നായിട്ട് തന്നെ സ്ക്രബ് ചെയ്തിട്ടുണ്ട്, അത് വാഷ് ചെയ്തിട്ടുണ്ട്. ഇനി ഏതെങ്കിലും ഒരു ടവൽ എടുത്തിട്ട് നമ്മൾ ഫേസ് തുടക്കാൻ വേണ്ടിയിട്ട് മാത്രം ഒരു ടവൽ മാറ്റി വെക്കുക കേട്ടോ. പിന്നെ എൻ്റെ ഷാൾമലൊക്കെ ആയിട്ടുണ്ട്, അപ്പോൾ ഒന്നും മൈൻഡ് ചെയ്യണ്ട. അപ്പോൾ ഫേസ് തുടക്കാൻ വേണ്ടിയിട്ട് മാത്രം നിങ്ങളൊരു ടവൽ മാറ്റി വെക്കുക. പിന്നെ ഇതുപോലെ ഇങ്ങനെ ഒപ്പിയെടുക്കാനേ പാടുള്ളൂ. ചില ആളുകൾ ഇങ്ങനെ വെച്ച് ഒരതി കൊടുക്കും, അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് ഫേസിന് അത്ര നല്ലതല്ല. അപ്പോൾ ഇതുപോലെ ഒന്ന് ജസ്റ്റ് നമ്മുടെ വെള്ളമൊക്കെ ഫേസിലുള്ള വെള്ളമൊക്കെ ഒന്ന് ഒപ്പിയെടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ സ്ക്രബ് ഇട്ടുകൊണ്ട് തന്നെ നമ്മുടെ പോഴ്സ് എല്ലാം ഓപ്പൺ ആയിട്ടിരിക്കാവും. അപ്പോൾ എന്താ പറയുക നമുക്ക് എന്തെങ്കിലും ഒരു പാക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു പാക്ക് റെഡിയാക്കുന്നുണ്ട്, അപ്പോൾ അതെങ്ങനെ നോക്കാം. അപ്പോൾ ഇതാ ഞാൻ ഫേസ് പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ യൂസ് ചെയ്യുന്നത് കസ്തൂരി മഞ്ഞളാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമഞ്ഞളും യൂസ് ചെയ്യാം. പിന്നെ നമ്മൾ കറിക്കൊക്കെ യൂസ് ചെയ്യുന്ന ആ മഞ്ഞൾ എടുക്കാതിരിക്കുക കേട്ടോ. പിന്നെ വീട്ടിലൊക്കെ പൊടിക്കുന്നതാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്നാലും യൂസ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല അതിന്. അപ്പോൾ ഞാൻ ഇതിലേക്ക് തേന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേൻ 1 ടേബിൾ സ്പൂണോളം തേനും പിന്നെ കസ്തൂരി മഞ്ഞൾ 1 ടേബിൾ സ്പൂണാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പാലാണ്. പാല് അത്യാവശ്യം തണുപ്പുള്ള പാലാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾ മഞ്ഞളുടെ ഫേസ് പാക്കൊക്കെ യൂസ് ചെയ്യുമ്പോൾ എന്തിൻ്റെങ്കിലും കൂടെ മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ ഫേസിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ അലർജി പോലുള്ള പ്രശ്നങ്ങൾ വരും കേട്ടോ. ഒന്നെങ്കിൽ നിങ്ങൾ എന്താ പറയുക തേനിലോ അല്ലെങ്കിൽ പാലിലോ ചേർത്ത് കൊടുക്കുക. പിന്നെ നിങ്ങളുടേത് ഓയിലി സ്കിന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ റോസ് വാട്ടർ യൂസ് ചെയ്യാം. പിന്നെ മഞ്ഞൾ നമ്മുടെ സ്കിന്നിനുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരമാണ് കേട്ടോ. നിങ്ങളുടെ ഫേസിൽ പിമ്പിൾസ് ഉണ്ടെങ്കിൽ അതുപോലെ ചെറിയ ചെറിയ തരി പോലത്തെ കുരുക്കളൊക്കെ ഉണ്ടാവുമല്ലോ, പിന്നെ വെയിൽ കൊണ്ടിട്ടുള്ള ടാന് മാറ്റാനും അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ മഞ്ഞളിൽ. പണ്ട് മുതലേ എല്ലാവരും യൂസ് ചെയ്ത് വരുന്ന ഒരു പാക്കും കൂടിയാണ് മഞ്ഞളിൻ്റെ പാക്ക്. അപ്പോൾ അതാ ഞാൻ ഫേസ് മാസ്ക് റെഡിയാക്കി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് പാക്ക് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഫേസിൽ നന്നായിട്ട് തന്നെ വെയിൽ കൊണ്ടിട്ടുള്ള ടാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളിത് എന്താ പറയുക ഒരു ആഴ്ചയിലൊരു 3 പ്രാവശ്യമൊക്കെ യൂസ് ചെയ്യുക കേട്ടോ. കണ്ടിന്യൂസ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ ഫേസിലെ ടാനൊക്കെ വളരെ പെട്ടെന്ന് തന്നെ മാറ്റാൻ പറ്റും. പിന്നെ നമുക്ക് ഈ പ്രായം കൂടുന്തോറും നമ്മുടെ ഫേസിലുണ്ടാവുന്ന ചുളിവുകൾ അങ്ങനെ പലതരം പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് കേട്ടോ ഈ ഒരു പാക്ക്. ചുളിവ് മാറ്റാനും സ്കിന്ന് നന്നായിട്ട് തന്നെ ടൈറ്റ് ആക്കാനും ബ്രൈറ്റ് ആക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് മഞ്ഞൾ.
പിന്നെ നമ്മൾ എന്താ പറയുക, ഇതിൽ തേന് ചേർത്തിട്ടുണ്ട്. തേന് ചേർത്തതിൻ്റെ പ്രധാന ഒരു കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ മഞ്ഞളിൻ്റെ പാക്കൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഫേസിൽ അതിൻ്റെ മഞ്ഞളിൻ്റെ കറ പോകാൻ കുറച്ച് സമയം എടുക്കും, അല്ലെങ്കിൽ ഒരുപാട് മഞ്ഞക്കറ പറ്റുകയൊക്കെ ചെയ്യും. അപ്പോൾ അത് നമ്മുടെ ഫേസിൽ അധികം തന്നെ മഞ്ഞളിൻ്റെ കറ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തേന് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ തേന് യൂസ് ചെയ്യുമ്പോൾ ഒരുപാട് മഞ്ഞളിൻ്റെ കറകളൊന്നും ഉണ്ടാവുമൊന്നുമില്ല. തേന് നല്ലൊരു മോയ്സ്ചറൈസറാണ് കേട്ടോ. നമ്മുടെ സ്കിന്നിലെ ഈർപ്പം നിലനിർത്താൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. സ്കിന്ന് നന്നായിട്ട് തന്നെ സോഫ്റ്റ് ആക്കാനും അതുപോലെ തന്നെ സ്കിന്ന് നന്നായിട്ട് ടൈറ്റ് ആക്കാനും നമ്മുടെ ചെറുപ്പം നിലനിർത്താനൊക്കെ തേന് നന്നായിട്ട് തന്നെ ഹെൽപ്പ് ചെയ്യും. നിങ്ങൾ ഏതൊരു പാക്ക് യൂസ് ചെയ്യുമ്പോഴും നിങ്ങൾ ഫേസിൽ മാത്രമല്ല അപ്ലൈ ചെയ്യേണ്ടത്, നിങ്ങളുടെ കഴുത്തിലും കൂടി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിത് വീഡിയോ ആയതുകൊണ്ട് കാണിക്കണില്ല എന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ ഏത് പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ, അതായത് ഇപ്പോൾ മേക്കപ്പ് ഇടാണെങ്കിൽ പോലും നിങ്ങൾ കഴുത്തിലും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ പാക്ക് ഇടുമ്പോൾ സ്കിൻ കെയർ ചെയ്യുമ്പോഴൊക്കെ അതേപോലെ തന്നെയാണ് ഫോളോ ചെയ്യേണ്ടത് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസ് വേറെ കളറും കഴുത്ത് വേറെ കളറും ആയിട്ടിരിക്കും. അപ്പോൾ അത് നന്നായിട്ട് തന്നെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ചെയ്യുമ്പോൾ കഴുത്തിലും കൂടി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതാ ഞാൻ ഫേസ് പാക്ക് നന്നായിട്ട് തന്നെ എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ചെയ്യുന്ന സമയത്ത് കഴുത്തിലും കൂടി അപ്ലൈ ചെയ്യുക. പിന്നെ നിങ്ങൾ ഇത് ഫേസിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ കയ്യിലോ കഴുത്തിലോ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് അലർജി പ്രശ്നം ഇല്ലയെന്ന് ഉറപ്പ് വരുത്തട്ടെ. ഞാനിതെൻ്റെ എല്ലാ വീഡിയോസിലും പറയാറുണ്ട്. വേറെ ഒന്നല്ല, എല്ലാ പ്രൊഡക്റ്റും എല്ലാവർക്കും ഒരുപോലെ ചേരണമെന്നില്ല. അപ്പോൾ നിങ്ങളുടെ ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് കയ്യിലൊക്കെ ഒന്ന് ചെയ്തിട്ട് അലർജി പ്രശ്നം ഇല്ലയെന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം നിങ്ങൾ ഫേസിലേക്ക് ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ഇത് ഞാൻ ഒരു 20 മിനിറ്റ് വരെ ഞാൻ ഈ പാക്കിൻ്റെ ഫേസിൽ വെക്കുന്നുണ്ട്. അതിനുശേഷം ഇത് വാഷ് ചെയ്ത് കളയാം. അപ്പോൾ ഇതാ 20 മിനിറ്റിന് ശേഷം ഞാൻ എൻ്റെ ഫേസ് നന്നായിട്ട് തന്നെ ഒന്ന് വാഷ് ചെയ്തിട്ടുണ്ട്. എന്താ പറയുക, ഫേസ് നന്നായിട്ട് തന്നെ സോഫ്റ്റ് ആയിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയില്ല, നമ്മൾ മഞ്ഞൾ യൂസ് ചെയ്തിട്ട് അങ്ങനെ ഒരുപാട് മഞ്ഞളുടെ കറൊന്നും ഫേസിലൊന്നും ഇല്ല കേട്ടോ. നമ്മൾ തേന് യൂസ് ചെയ്തുകൊണ്ട് തന്നെ ഒരുപാട് കറകളൊന്നും ഫേസിൽ ഇരുന്നിട്ടില്ല. അപ്പോൾ ഞാനത് വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ നോർമൽ വെള്ളം വെച്ചിട്ട് തന്നെ ഫേസ് വാഷ് ചെയ്താൽ മതി. അതിനുശേഷം ഒരു ടവൽ എടുത്തിട്ട് ഇതുപോലെ തന്നെ ഒന്ന് ഒപ്പിയെടുക്കുക. ഫേസ് ഇതുപോലെ ഒപ്പി കൊടുത്താൽ മതി കേട്ടോ. ഫേസ് പാക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് ഏതെങ്കിലും ഒരു ടോണർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ എടുക്കുന്നത് റോസ് വാട്ടർ ആണ് കേട്ടോ, നമ്മുടെ നോർമൽ റോസ് വാട്ടർ. അപ്പോൾ അത് ഞാൻ സ്പ്രേ ബോട്ടിൽ ആക്കിയെന്നേ ഉള്ളൂ. അപ്പോൾ ടോണറായിട്ട് ഞാൻ റോസ് വാട്ടറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഫേസിൽ നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തത് നമുക്ക് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനു വേണ്ടി ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് സെറ്റാഫിലിൻ്റെ ഒരു മോയ്സ്ചറൈസറാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ലൊരു മോയ്സ്ചറൈസറാണ്, നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി മോയ്സ്ചറൈസറാണ് കേട്ടോ. അപ്പോൾ കുറേ ആയിട്ട് ഞാൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ പ്രൊഡക്റ്റ് ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ യൂസ് ചെയ്തിട്ട് അപ്പോൾ ഇതാ മൂടി വീണ്ടും അടഞ്ഞും തുറന്നും ഇങ്ങനെ പോകണം കേട്ടോ ഞാൻ പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ. അപ്പോൾ അത്യാവശ്യം പ്രൊഡക്റ്റ് തന്നെ ഞാൻ എൻ്റെ കയ്യിൽ എടുത്തിട്ടുണ്ട്. അത്യാവശ്യമല്ല, ഒരുപാട് പ്രൊഡക്റ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ. എന്നിട്ട് നന്നായിട്ട് തന്നെ ഫേസിലൊന്ന് മസാജ് ചെയ്യുന്ന പോലെ ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇതിൽ സ്പീഡ് കൂട്ടിയതാണ് കേട്ടോ, മെല്ലെയാണ് ഞാനത് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഫേസിൽ നന്നായിട്ട് തന്നെ മോയ്സ്ചറൈസർ നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കിപ്പോൾ ഈ ഒരു മോയ്സ്ചറൈസർ തന്നെ എടുക്കണമെന്നില്ല, അലോവേര ജെല്ലൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് വാസ്ലീനാണ്, വാസ്ലീൻ്റെ ജെല്ല് കേട്ടോ. അപ്പോൾ നമ്മുടെ നോർമൽ വാസ്ലീൻ ഉണ്ടല്ലോ, അതോടൊപ്പം ഞാനിവിടെ ലിപ് ബാമായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതന്നെ എടുക്കണമെന്നില്ല, ലിപ് ബാം ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ വാസ്ലീനാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് ഡ്രൈ ലിപ്സ് ഒക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ അത് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫേസ് മോയ്സ്ചറൈസർ ചെയ്യുന്ന പോലെ തന്നെ ലിപ്പും ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. വാസ്ലീന് നല്ലൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ സ്കിൻ കെയർ റൊട്ടീന്.
നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക ഫേസ് പാക്കും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വളരെ ചെറിയൊരു വീഡിയോ ആണ്. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. പിന്നെ ഞാൻ എൻ്റെ ചാനലിലൂടെ കാണിക്കുന്ന പാക്കും കാര്യങ്ങളൊക്കെ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഓക്കെ എന്ന് തോന്നിയിട്ട് മാത്രമാണ് ഞാൻ എൻ്റെ ചാനലിലൂടെ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പ്ലീസ് സബ്സ്ക്രൈബ്. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക കേട്ടോ. അപ്പോഴേ ഞാൻ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻ്റായിട്ട് താഴെ പറയുക. നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോസാണ് താല്പര്യം എന്നൊക്കെ കേട്ടോ. അപ്പോൾ എന്നാലും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ബൈ.